അയൽരാജ്യങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിച്ച ഇറാൻ. രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം. GCC രാജ്യങ്ങളിൽ ഇനി ആക്രമണം നടത്തില്ലെന്നും നേരിട്ട് ആക്രമിച്ചാൽ മാത്രം പ്രത്യാക്രമണമെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അതിനിടെ താൽക്കാലികമായി നിർത്തിവെച്ച ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങി. സ്മിത ഹരിദാസ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സ്മിത, ഇപ്പോഴിതാ ഇറാന്റെ ഭാഗത്തു നിന്നൊരു ക്ഷമാപണം വന്നിരിക്കുകയാണ്. എങ്ങനെ കാണണം? സമാധാനം പുലരുകയാണോ? അമൃത, ഇത് സമാധാനം പുലരുകയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ നൽകാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. കാരണം കഴിഞ്ഞ 8ാമത്തെ ദിവസമാണ് ഇന്ന്. 78ാം തീയതി തുടങ്ങിയതാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. GCC രാജ്യങ്ങളിലേക്ക് ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസത്തിനാണ് മങ്ങലേറ്റത്. കാരണം ഇസ്രയേലും അമേരിക്കയും ആക്രമണങ്ങൾ തുടങ്ങി അധികം വൈകാതെ തന്നെ തിരിച്ചടി തുടങ്ങിയിരുന്നു ഇറാൻ. ആ തിരിച്ചടിയുടെ ഭാഗമായിട്ട് എന്നോണം അബുദാബിയിലും ദുബൈയിലും ബഹ്റൈനിലും ഖത്തറിലും കുവൈറ്റിലും ഒക്കെ തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ആ ആക്രമണങ്ങളെയെല്ലാം വളരെ ഫലപ്രദമായി തന്നെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന കാഴ്ചകളും നമ്മൾ കണ്ടെങ്കിൽ പോലും അതിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വീണ് ധാരാളം പേർക്ക് പരുക്കു പറ്റുന്നു. അതിനൊക്കെ അപ്പുറത്ത് മനസ്സിനുണ്ടാകുന്ന ഒരു ഭയം, ആശങ്ക, അതൊക്കെ തന്നെ നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള വലിയൊരു ആഗോള ലോകത്താകമാനമുള്ള പ്രവാസി സമൂഹം അവരെല്ലാവരും തന്നെ വലിയ ആശങ്കയിലായിരുന്നു. അതിന് ഒരല്പം ശമനം എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കാണേണ്ടി വരും. മസൂദ് പെസഷ്കിയാൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന്, ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ അയൽരാജ്യങ്ങളിലേക്കുണ്ടായ ആക്രമണങ്ങളിൽ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേരിലും എൻ്റെ ജനങ്ങളുടെ പേരിലും ക്ഷമ ചോദിക്കുന്നു. പക്ഷെ അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അവിടേക്ക് ഒരാക്രമണം ഇനിയുണ്ടാകില്ല, അവിടെ നിന്ന് ഒരാക്രമണം ഉണ്ടാകുന്നതുവരെ. അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഏതെങ്കിലും രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവരിലേക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ എത്രത്തോളം സംയമനം പാലിക്കും ഈ ഒരു അവസരത്തിൽ എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് ഡ്രോണുകൾ, മിസൈലുകൾ, ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡബ്രിസ് വീണിട്ടുണ്ടാകുന്ന പരുക്കുകൾ, അതോടൊപ്പം തന്നെ ചില റിഫൈനറിക്ക് നേരെയുണ്ടായ, ബഹ്റിനിലുള്ള റിഫൈനറിക്ക് നേരെയുണ്ടായ ആക്രമണം, ഇതൊക്കെ തന്നെ ബഹ്റിനിലെ സമൂഹത്തെയൊക്കെ വല്ലാത്ത ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അല്പം മുൻപ് ദുബൈയിലാണെങ്കിലും ചെറിയ രീതിയിൽ ചില ആക്രമണങ്ങൾക്കുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള വിവരം വരുന്നു. അതിനുശേഷം ദുബായ് എയർപോർട്ട് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതൊക്കെ വലിയ രീതിയിൽ നമ്മൾ സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതിന്റെ സൂചനയായി വീണ്ടും ദുബായ് എയർപോർട്ട് തുറന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്തയാകുന്നു. തീർച്ചയായിട്ടും ഇതിനെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണണം എന്നാണ് തോന്നുന്നത് അമൃത. കാരണം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സറണ്ടർ ചെയ്താൽ മാത്രമായിരിക്കും, ഇനി മറ്റൊന്നും വേറൊരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നീക്കങ്ങൾക്കും ഒരു തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തയും നൽകുന്നില്ല എന്നുള്ള രീതിയിൽ ട്രംപ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ വരുന്ന ഒരു പ്രതികരണം തൽക്കാലം നമുക്കൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ അല്പം മണിക്കൂറുകൾക്ക് മുൻപ് ഒരു വാർത്ത കൂടി വന്നിരുന്നു. അറബ് ലീഗ് രാജ്യങ്ങളുടെ കൗൺസിൽ അവർ അറിയിച്ച ഒരു കാര്യം, ഞായറാഴ്ച അതായത് നാളെ അറബ് ലീഗ് നേതാക്കൾ എല്ലാവരും, അവരുടെ വിദേശകാര്യ മന്ത്രിമാർ ഒരു ഓൺലൈനായി ഒരു ചർച്ച നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു അറ്റാക്കിന്റെ അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ അതിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടത്താനാണ് ആ യോഗം തീരുമാനിച്ച ആ വിവരം പുറത്തു വന്നതിന് ഒരല്പസമയം കഴിയുമ്പോഴാണ് മസൂദ് പെസഷ്കിയാന്റെ ഭാഗത്തു നിന്ന് ഈ ഖേദപ്രകടനം വരുന്നത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.